ലാസ്റ്റ് ടൈം നമ്മൾ ഒരു വീഡിയോ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തതായതുകൊണ്ടെന്ന് വെച്ചാൽ ഒട്ടും ഒഴിവാക്കി വിടാൻ പറ്റുന്നതല്ല, ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടപ്പോഴത്തേക്കും റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അത് വൈകിയാണേലും റിയാക്ട് ചെയ്തു. എന്നിട്ട് റിയാക്ഷൻ കിട്ടിയ ആള് ഇരുന്ന് കരയുവാണ്, ഭയങ്കര കരച്ചില്ല, ഒരു രക്ഷയില്ല കേട്ടാ. ആദ്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ കൊടുത്തു, ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പുള്ളിക്കാരൻ്റെ ഫില്ലായിട്ട് ബാക്കിയൊക്കെ ഒഴുകണുണ്ടായിരുന്നു, ഇതേ തമ്പനയിലും ഒഴുകണുണ്ട്. വ്യക്തമായിട്ട് പറയണു, എനിക്കിത് കണ്ടന്റ് മാത്രമല്ല എൻ്റെ ലൈഫിൽ ഇവനൊക്കെ കാരണം നല്ല രീതിയിൽ മോശാവസ്ഥ ഉണ്ടായി, എൻ്റെ കമ്പനിയുടെ നടത്തിപ്പിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അതുകൊണ്ട് എൻ്റെ രീതിയിൽ ഞാൻ പ്രതികരിച്ചു. എൻ്റെ വൈഫിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവനൊക്കെ കാണിച്ച ചില ചേഷ്ടകളുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് വ്യക്തിപരമായിട്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിവൻ ഈ റിയാക്ഷനിൽ എങ്ങനെയൊക്കെയാണ് മെഴുകണതെന്ന് നമുക്ക് നോക്കാം. ഈ 2025 എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തോ ചെയ്യാൻ പോകാന്ന് ചോദിച്ചാൽ, ഞാനൊരു 3 വയസ്സുള്ള ചെറുക്കനുമായിട്ട് അടി കൂടാൻ പോവാ. 3 വയസ്സുള്ള ഒരു നിക്കർ വള്ളി, ഒരു ബർമൂഡ ചെറുക്കനുമായിട്ട്. ഈ ചെറുക്കന്റെ വിചാരം ഒരു റിയാക്ഷൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോടുള്ള ദേഷ്യം കൊണ്ട് ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. എന്നല്ല, യൂട്യൂബിന്റെ തന്നെ ഫെയർ യൂസ് പോളിസിയുടെ അകത്ത് വരുന്നതാണ് റിയാക്ഷൻ റോസ്റ്റ് കമന്ററി ചാനൽസ് എല്ലാം. ഓക്കെ, റിയാക്ഷനും റോസ്റ്റും കമന്ററി ചാനലും ഒക്കെ ഫെയർ പോളിസിയുടെ അകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർ അത്യാവശ്യം നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ഇതുകൊണ്ട് മറ്റൊരാളെ ഇവന്മാർ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പറച്ചിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും ചെറിയ കുട്ടികളാണ്, കൂടുതൽ കൊച്ചു പിള്ളേരാണ്. അപ്പൊ ഈ ഇവന്മാരൊക്കെ ഇവനൊക്കെ വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ക്ലീനപ്പിന് പോകുമ്പോൾ പോലും ആലപ്പുഴ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തോരം കൂക്കിവിളിയും എന്തോരം വൃത്തികെട്ട വർത്താനമൊക്കെ ഓരോന്നിന്റെ വായിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാം. ചെറിയ പിള്ളേർ 3 വയസ്സുള്ള പയ്യൻ്റെ അടി കൂടാൻ പോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചില്ലായിട്ട് ഫണ്ണി ആയിട്ട് തുടങ്ങി വന്നിട്ട് ലാസ്റ്റ് കരച്ചിലാണ് ഞാൻ കേൾപ്പിച്ചുതരാം. ഈ മൊണ്ണ പറയുന്നത് കമന്ററി ചാനൽസ് വല്ലവരും വെച്ച് വ്യൂസ് ഉണ്ടാക്കുന്ന ചാനൽ മാത്രം, അവർക്ക് വേറെ എഫേർട്ട് ഒന്നും ഇല്ല എന്നാണ്. എന്നാൽ പിന്നെ ഇന്ത്യയിലെ ടോപ്പ് ചാനൽസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ ടോപ്പ് ചാനൽസ് എല്ലാം എങ്ങനെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നീ ടോപ്പ് ചാനലൊന്നും അല്ലോ ഇത്ര വലിയ കൊണയടിക്കാനായിട്ട്. ഓക്കെ, നീ പറഞ്ഞ ഡയലോഗാണ് കൊണയടി എന്നുള്ളത്. അത് തിരിച്ച് ഞാൻ നിന്റെക്കെ പറഞ്ഞപ്പോൾ നീ കിടന്ന് കരയുന്നത് ഇതിനകത്ത് പ്രോപ്പറായിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ആൾക്കാരെ കാണിക്കും. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. നിന്റെ കൊണ കാരണം നിന്റെ എനിക്ക് ഇങ്ങനെയൊന്നും പറയണമെന്നില്ല, പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിയാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഭയങ്കര മാന്യമായ ഭാഷയിൽ ഭയങ്കര മാന്യമായ ചെയ്തികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ആ പറഞ്ഞ കാര്യങ്ങളെയും ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അതികഠിനമായിട്ട് അതിക്രൂരമായിട്ട് മാന്യവൽക്കരിക്കുന്നുണ്ട്, ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിട്ടില്ല കേട്ടോ, ഒട്ടും ഒത്തിട്ടില്ല. വേറെ കാര്യത്തിനെ പറ്റിയും കൂടെ എനിക്ക് സംസാരിക്കുന്നുണ്ട്. ഇവന്റെ ക്ലീനിങ് സർവീസിനെ പറ്റിയോ എന്റെ ബിസിനസ് ചാനലിനെ പറ്റിയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ആക്ടിങ്, അഭിനയം, ആ കൊണയെ പറ്റി മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ അടിക്കാൻ പോകുന്നത്. നീ കഴിഞ്ഞ വീഡിയോയിൽ എന്നാണ് കൊണച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ട എല്ലാവർക്കും അറിയാം. പിന്നെ നിന്റെ കുറച്ച് കുഞ്ഞി പിള്ളേരെ ഫാൻസ് കാണും. ആ പാൽക്കുപ്പികൾ മാത്രമാണ് ഈ ലോകം എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നാളെ പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ വരും. അതും കൂടെയൊക്കെ നോക്കിയും കണ്ടൊക്കെ ജീവിക്കുക. ഫിംഗർ ടെക്നിക്ക്, ഡബിൾ ഫിംഗർ ടെക്നിക്ക്, ഒരു ഫിസ്റ്റ് ടെക്നിക്കൊക്കെ വീട്ടുകാർ കറക്റ്റായിട്ട് കാണിച്ച് കൊച്ചിലോട്ട് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിനകത്ത് ഇവന്റെ മറ്റേതുണ്ടല്ലോ, ആക്ടിംഗ് സ്കിൽസ് എല്ലാം പുറത്തു വന്നതിലും അതിനെ മാത്രമേ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, റിയാക്ടും ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ വീട്ടുകാർ എവിടെ നിന്ന് വന്നു? എടി വീട്ടുകാർ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു കൊടുത്തേരി. അത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡേർട്ടി മൈൻഡഡ് ആയിട്ടാണ് കാണിക്കുന്നതെന്ന്. അയാൾ കാണിച്ചതിന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. എൻ്റെ വൈഫിന് ഇവന് ഈ കാണിച്ച് കൂട്ടി വെച്ചേക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് ശരിക്കും ബുദ്ധിമുട്ട് തോന്നി. വ്യക്തിപരമായിട്ടും ഒരു സ്ത്രീ എന്ന കാര്യം നോക്കുമ്പോഴാണെങ്കിലും അവൾക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് അവൾ എനിക്ക് പറഞ്ഞാൽ ഇത് ചുമ്മാ വിടേണ്ട കാര്യമൊന്നുമല്ല. ഇത് എത്ര ചെറിയ 3 വയസ്സുള്ള 4 വയസ്സുള്ള പിള്ളേരായിക്കോട്ടെ, പ്രതികരിക്കണം. കാരണം സാമൂഹ്യ മാധ്യമമാണ്. അവന് കൊണ്ടപ്പോൾ അവൻ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പറഞ്ഞത്. അത്രേ ഉള്ളൂ. സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെയുള്ളവർ വീഡിയോ കാണണ്ട. പ്രത്യേകിച്ചും മനസ്സിന് കട്ടിച്ചിരി കുറവുള്ളവർ കാണുകയേ വേണ്ട. കാരണം ഇത് ഗ്രീൻ ഹൗസിന്റെ ഒരു വീഡിയോ അല്ല കേട്ടോ. ഗ്രീൻ ഹൗസിനെ വെച്ചുകൊണ്ട് മുതലാക്കാൻ നോക്കിയ ചില ഊള ടീംസിനെ നമ്മളൊന്ന് എന്നെ അതിനകത്ത് അങ്ങ് കൊന്നു നീ. എന്നാൽ ഈ വീഡിയോ സ്ത്രീകളും കുട്ടികളും കാണരുതെന്ന് പറയുന്നതിനോട് യാതൊരു അഭിപ്രായമില്ല. കാരണം എന്താ പറയുക, സ്ത്രീകളും കുട്ടികളും ഒരേ സ്വരത്തിൽ ഇവനെ ഊക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനു പറയണം സ്ത്രീകളും കുട്ടികളും കാണണ്ടെന്ന്? എന്നെ എത്ര സ്ത്രീകളും കുട്ടികളും എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എൻ്റെ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ അനാവശ്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള സന്ദേശം മാത്രം ഷെയർ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ നീ പറയുന്നതിനെ ഞാൻ 100% ഞാൻ റെസ്പെക്ട് ചെയ്തേനെ. പക്ഷെ നീ കാണിക്കുന്നത്, നീ പറയുന്നതും, നീ പറഞ്ഞു കണ്ടന്റിനെ നീ ഉണ്ടാക്കിയതാണെന്ന്, കണ്ടന്റിനെ നീ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തതാണെന്ന്. പക്ഷെ അതിനകത്തൊരു അന്തസ് കാണിക്കണം. പുതിയ തലമുറയാണ് നീയൊക്കെ, ഈ പുതിയ തലമുറയിൽ പെടും. നമ്മളെ കുറച്ചൊക്കെ ഓൾഡായി പോയി, നീയൊക്കെ കുറച്ചുകൂടെ പുതിയ തലമുറയാണ്. അപ്പം മറ്റൊരാളെ അങ്ങ് ഇല്ലാണ്ടാക്കിക്കൊണ്ട് അയാളുടെ കുടുംബത്തെ, സ്ത്രീകളെ പോലും ഭയങ്കരമായിട്ട് മോശം രീതിയിൽ ആക്രമിച്ചുകൊണ്ടല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്, പൈസ ഉണ്ടാക്കേണ്ടത്, പ്രൊമോഷൻ ഉണ്ടാക്കേണ്ടത്. കുറച്ച് മാന്യതയൊക്കെ കാണിക്കാം.
ഗ്രീൻ ഹൗസിനെ വെച്ചുകൊണ്ട് മുതലാക്കാൻ നോക്കിയ ഇതേ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഇവൻ പറയുന്നുണ്ട്, പൊട്ടന്മാർക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഇവന്മാരൊക്കെ മുതലെടുത്ത് തന്നിട്ടാ. എന്താ ഒരു മികച്ച കല, ഇവന്റെ വായും കൊണ്ട് ഇവനെ തിന്നാനും പറ്റും പറ്റും. ഇവനെ പോലുള്ള വാണങ്ങളെ ഞാൻ മുതലാക്കി എന്നാ പറഞ്ഞത്. അല്ലാതെ ഇവന് എന്റെ ലൈഫിൽ കയറി, എന്റെ പേജിൽ കയറി, എന്റെ കണ്ടന്റിൽ കയറി എല്ലാം കുണയ്ക്കാന്നല്ലേ ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. അതുകൊണ്ട് മോൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടാ. പിന്നെ തിന്നാനും നേരത്തെ നീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പി ഇടാനുമായിട്ട് ഒരു വഴി തന്നെ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ അടി? അങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് മെഡിക്കൽ കണ്ടീഷനാണ്. മക്കൾ വേഗം പോയി ആശുപത്രി കാണിച്ചോ. വീട്ടുകാരെ കൊണ്ടേ വീട്ടുകാരെയും കൊണ്ടുപോകും. മറ്റുള്ളവനെ എങ്ങനെയൊക്കെ കുത്തിരിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊരു സിമ്പിൾ ടാക്ടിക്കൽ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. OCD എന്നും പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ടാക്ടിക്കാ നിന്നെ ഇവിടെ വരെ കൊണ്ടുപോകുന്നത്. അത് നിന്റെ ഈ ചിരിക്കകത്ത് കാണാനും ഉണ്ട്. നിനക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു. എടാ, ഒരാള് ചിരിക്കാം, കരയാം, അയാൾക്ക് ഇങ്ങനെ നിൽക്കാം, പിന്നെ നിങ്ങളെപ്പോലെ സ്ക്രീനിന്റെ പുറകിൽ ഇരുന്ന് കള്ളവും പറയാം. പക്ഷെ ഒരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസോ അയാളുടെ ഫേസോ ഫേഷ്യൽ സ്ട്രക്ചറോ വെച്ചിട്ടല്ല ഏത് മ്യൂസിക് വിട്ടിട്ട് കാണിക്കേണ്ടത്. അത് ആക്ച്വലി മറ്റേ ബോഡി ഷേമിങ്ങിൽ പെടുന്ന സാധനമാണ് കേട്ടോ. എടാ, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇതൊക്കെ ശിക്ഷാർഹമാണ്, കുറ്റകൃത്യങ്ങളാണ്. മനസ്സിലാക്കാതെ ഇതൊക്കെ എന്തടേ ബോധം വേണ്ട. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നീ ഇതുപോലെ ഒരു അഭിനയം സ്കിൽസ് എല്ലാം പുറത്തു വന്നതിലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിന് തിരിച്ചും കുറച്ച് അഭിനയങ്ങൾ കിട്ടുമെന്ന് നീ മനസ്സിലാക്കണം. നല്ലത് കണ്ടാൽ നല്ലത് പറയുന്ന ആൾക്കാർ തന്നെ മലയാളികൾ എല്ലാവരെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരെ കുറിച്ച് പറയാറില്ല, പറഞ്ഞിട്ടില്ല. എനിക്കും അറിയത്തില്ല എല്ലാരെയും കുറിച്ച്. പിന്നെ എല്ലാവരും ഇവരുടെയൊക്കെ ആരെയും ഒക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരെയും കുറിച്ചൊക്കെ പറയുന്നത്. ജനറലായിട്ട് എല്ലാവരെയും കുറിച്ച് പറയണത്. ഒരു ക്ലീനിങ് ചെയ്യുന്ന പോകുന്ന ആളെ ആർക്കും തെറി വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിന്റെ തന്നെ കമന്റ് സെക്ഷൻ ഒന്ന് കണ്ടു നോക്ക്. ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങ് പൊട്ടന്മാരാണോ? അല്ല. അങ്ങനെ ട്രിഗർ ചെയ്യുന്ന കാര്യം സോഷ്യൽ മീഡിയ ഇട്ടിട്ട് എന്നെ ആരും ഒന്നും പറയല്ലെന്നും പറഞ്ഞുകൊണ്ട് തുറന്നു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതും നിറഞ്ഞൊഴുകുന്നതും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പ്രോപ്പറായിട്ട്. അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കമന്റ് സെക്ഷനെ കുറിച്ച് പറയാനുണ്ടല്ലോ, ഇതിനകത്ത് ഒരു വീഡിയോയ്ക്ക് ലൈക്കുകളും ഉണ്ട്, കമന്റുകളും ഉണ്ട്. ലൈക്ക് ഒരു 10,000, 20,000, 30,000, 40,000 ലൈക്കുകൾ വരുന്ന വീഡിയോയ്ക്ക് ഒരു 300, 500 വേണ്ട 1000 കമൻറ്റുകളുണ്ടെന്ന് വിചാരിച്ചോ. ഈ 1000-നകത്ത് ഒരു 900 നെഗറ്റീവ് കമൻറ്റ്സ്, ബാക്കി 100 പോസിറ്റീവ് കമൻറ്റ്സ്. ഇനി നിങ്ങൾ പോസിറ്റീവ് കമൻറ്റ്സ് കാണണ്ട, നെഗറ്റീവ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഫുള്ള് നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ ഈ ലൈക്കുകളുടെ എണ്ണം ആര് പറയും? എടേ, കുറച്ചൊക്കെ മര്യാദ വേണ്ടേ? സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതല്ലേ, എന്തിനെക്കുറിച്ചും അങ്ങ് വളച്ച് തിരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുക എന്നുള്ളതല്ലാണ്ട് കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുക. അതായത് റിയാലിറ്റി എന്താണെന്ന് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ചെരുപ്പ് പൊട്ടിച്ചോണ്ട് പോകുന്നവരുടെ പോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലിടെ ചെറിയ ചെറിയ പ്രശ്നം. ആദ്യത്തെ കാര്യം, ഞങ്ങൾ ആരും അമ്പലത്തിൽ പോയി ചെരുപ്പ് അടിച്ച് മാറ്റി നടന്നിട്ടില്ല. അതുകൊണ്ട് ആ ഫീൽ നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് സർക്കാസായിട്ടൊന്നും തോന്നിയില്ല. അത് കൊണ്ടിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ, ആർക്കാ പൊട്ടിയെന്ന് മനസ്സിലായില്ല. പൊട്ടി, നല്ല രീതിയിൽ പൊട്ടി. പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാസം എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കൊണ്ട് പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല കുട്ടാ ചുറ്റും. പ്രശ്നങ്ങളെ നമ്മൾ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല. പ്രശ്നങ്ങളെ പ്രോപ്പറായിട്ട് ഫേസ് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക, അതാണ് എൻ്റെ ഒരു വൈബ്. അതെ, നല്ല കാര്യം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നേരിടണം. എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റി, എനിക്ക് അവനോട് പേഴ്സണലി യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന വെറും ഒരു കണ്ടന്റ് ആണ്. ഇവന്റെ കണ്ടന്റിനെ ഞാൻ റിയാക്ട് ചെയ്തു, അത്രയും ഞാൻ ചെയ്തുള്ളൂ. ഇവൻ ഈ കണ്ടന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് റിയൽ ലൈഫിൽ അത് ബുദ്ധിമുട്ടുണ്ടാ. എനിക്ക് റിയൽ ലൈഫിൽ എനിക്ക് ഇവിടുന്ന് ഫീൽ ആവുന്ന കാര്യം മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നീയൊക്കെ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ എൻ്റെ മൗലിക അവകാശങ്ങളിലും എൻ്റെ ഫ്രീഡത്തിലും ആൾക്കാർ കയറി ഇടപെടുന്നുണ്ട് നിൻ്റെയൊക്കെ കണ്ടന്റ് കണ്ടിട്ട് മാത്രം. ഇപ്പം നീ ഒറ്റൊരുത്തനാണ് ഇത്രയും വലിയ റവല്യൂഷൻ സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയൂല. നിന്നെപ്പോലുള്ള ഓരോ ക്രമീകരണങ്ങളും കാരണം നല്ല ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പണി ചിലപ്പോൾ വരും. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഓരോന്ന് ചെയ്യുക. അബദ്ധവശാൽ പുള്ളിക്കാരുടെ കയ്യിൽ ഒരു ഫോണും കൂടെ എത്തിപ്പെട്ടു, അതങ്ങ് ഡോക്യുമെന്റ് ചെയ്തോളൂ. അബദ്ധവശാലല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഐഫോൺ മേടിച്ചത്. ഐഫോൺ 13 256 GB, നല്ല വെള്ള കളർ. ബാക്കി എല്ലാവരും രാവിലെ എണീറ്റ് തോട്ടിയും കൊണ്ട് കുത്തിയിടുമായിരുന്നു. എല്ലാവരുടെ കാര്യവും ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് ഇവരുടെയൊക്കെ ആരൊക്കെയോ ആണ്. എല്ലാവരും ഒരു പൊതുസമൂഹത്തിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഒരു 1.5 വർഷം നടുവൊടിച്ച് പറമ്പിലും പാടത്തുമൊക്കെ പണിയെടുത്താണ് നല്ല പൈസ ഉണ്ടാക്കി ഫോൺ മേടിച്ചത്. അബദ്ധവശാൽ നിനക്കൊക്കെ അബദ്ധവശാൽ വീട്ടുകാരുടെ ഞമ്മിൽ കിട്ടുന്ന സാധനമായിരിക്കും. നമ്മള് പണിയെടുത്ത് തന്നെ കുടുംബം നോക്കണോടെ. ഞാൻ ഉറത്തും ചെന്ന് ഞാൻ കഷ്ടപ്പെട്ട് നടുവൊടിച്ച് അതെടുത്ത ഇതെടുത്തെന്ന് ഞാൻ പറയാറില്ല.
അത് പറയാൻ പറ്റാത്തത് നിന്റെ കഴിവ് കേട്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഒരാൾ പണിയെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് അന്തസ്സോടെ പറയുമ്പോൾ അതിനകത്തൊരു അഭിമാനത്തിൻ്റെ ഒരു ഫാക്ടറുണ്ട്. അതൊന്നും അഭിമാനവും മാനവും ഒന്നും ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അത് വേറെ കാര്യം. ഈ ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നീ കഷ്ടപ്പെട്ട് ഫോൺ മേടിച്ചിട്ടില്ല, നല്ലടാ ഒരു കോമഡി മനസ്സിലാക്കണം. ഭയങ്കര കോമഡി ആയിപ്പോയി, ഭയങ്കര കോമഡി ആയിപ്പോയി. മറ്റുള്ളവന്റെ ലൈഫിൽ കയറിയിട്ട് കൊണ പറയുന്നതാണ് ഇവന്റെയൊക്കെ കോമഡി കേട്ടാ. നല്ല അടിപൊളി കോമഡി ഒക്കെയാണ്. ബാക്കി കാണാം, കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് BGM കയറ്റി അത് കോമഡി ആകുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. വീട്ടുകാരുടെ ഞമ്മിൽ കിട്ടുന്ന സാധനമായിരിക്കും. അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ എന്റെ കഷ്ടപ്പാട് വിളിച്ച് പറഞ്ഞ് വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനല്ല. എന്റെ നടു ഒടിഞ്ഞ് മറ്റേ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാറില്ല. എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് പറയാൻ, ഞാൻ എന്റെ 14ാമത്തെ വയസ്സിലെ യൂട്യൂബ് തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. അതിന്റെ ഒരു ഇച്ചിരി വില താടാ എനിക്ക്. ആ കരച്ചിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 14ാമത്തെ വയസ്സിൽ യൂട്യൂബ് തുടങ്ങി. അപ്പോൾ എന്നെക്കാളും ഇതിനകത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഇതിനകത്ത് ഒരു 3, 4, 5 വർഷമായിട്ടുള്ളൂ വന്നിട്ട്. അത് ഞാൻ എൻ്റെ വർക്ക് ഡോക്യുമെന്റ് ചെയ്യാനായിട്ടാണ് സോഷ്യൽ മീഡിയ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയത്. ഇന്നലെ വന്ന് ഞാൻ തിരിച്ചൊരു മറുപടി പ്രോപ്പറായിട്ട് കൊടുത്തപ്പോൾ ഇവൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ ടോക്കിൽ പറയുമ്പോൾ വായിലെ ഗ്യാപ്പൊക്കെ അടഞ്ഞ് കവിഞ്ഞൊഴുകി ഇരുന്ന് കരയുവാണ്. പിന്നെ കഷ്ടപ്പാടിനെ കുറിച്ച് കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല, അത് ആൾക്കാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, വായും കൊണ്ടല്ല. എടി, ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനത് വായിക്കൊണ്ട് പറയുന്നതായിക്കോട്ടെ, എൻ്റെ പ്രവൃത്തികൾ ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് വീഡിയോസ് കൂടെ കാണിക്കുന്നതായിക്കോട്ടെ. അതുകൊണ്ട് ഇവന്മാർക്കൊക്കെ എന്താ ഇത്രയും ബുദ്ധിമുട്ട് വരേണ്ടത്? കുരുപ്പ് അല്ലാതെ എന്ന് പറയാന് അത്രേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്ത് കൂട്ടുന്നതും ജയിച്ച് കാണിക്കുന്നതും കാണുമ്പോഴത്തേക്കുള്ള പൊട്ടല്. പിന്നെ ഇവൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം. അതിന് ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് അന്തസ്സും അഭിമാനമൊന്നും ഇല്ലാത്തവന്മാർ അങ്ങനെ ഓരോ വഴിയും കാണിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. ഇത് 3 MD ആണ്. ഇതിനകത്ത് മാത്രമേ ഗുളികയുള്ളൂ. ഈ ഗുളികയെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് എന്തായാലും വലിയൊരു സ്ട്രിപ്പ് വേണം. അപ്പൊ അതിനകത്ത് നടുക്കൊരു ഗുളിക വരുമ്പോഴത്തേക്ക് ഇതിന്റെ ലുക്ക് മാറും. പ്രീമിയം ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് പാക്കിങ്ങിന് ഹെൽപ്പിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ MD സ്ലോട്ട്സ് കൊടുത്തേക്കുന്നതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ല നല്ല പ്രവർത്തികൾ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ കൊണയടി കാരണമാണ് അണ്ണൻ ഫേമസ് ആയത്. കൊണയടി, ഓക്കെ, നോട്ട് ദ പോയിന്റ്, കൊണയടി. ഞാൻ ആക്ച്വലി ആ ഒരു ഗുളിക ഉണ്ടല്ലോ, മറ്റേ വിരഗുളിക, ഇതുപോലത്തെ കൃമികൾക്ക് കൊടുക്കുന്ന ഗുളികയാണ് വിരഗുളിക. ഈ സാധനം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാക്കേജിൽ വരുന്നത് എന്നുള്ള പ്രോപ്പർ ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്തത്. വിരഗുളികക്കകത്ത് 4 അറകളുണ്ട്, അതിൽ 3 എംറ്റി സ്പേസ് ആണ്. അതിൽ ഒന്നിലെ വിരഗുളിക കിട്ടൂ. അതൊരു ഭംഗിക്ക് വേണ്ടി അവർ ചെയ്തേക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുത്തേക്കാം. അവന് പകർന്നു കൊടുക്കാൻ കഴിവുള്ളത് മറ്റേ ഡേർട്ടി മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ഡബിൾ മീനിങ് വരുന്ന സാധനങ്ങൾ. അതിന് മാത്രമേ അറിവുകൾ മാത്രമേ പകർന്നു കൊടുക്കാനുള്ള കഴിവ് ഇവനുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പൊളിഞ്ഞത്, നിറഞ്ഞു കവിഞ്ഞത്. പറമ്പിൽ പണിയെടുക്കുന്നവനാണേലും വാട്ടർ ടാങ്കിൽ പണിയെടുക്കുന്നതിനാണെങ്കിലും അറിവ് പറഞ്ഞാൽ അത് അറിവാണ്. അത് നിനക്ക് എടുക്കണ്ടേ, നീ എടുക്കണ്ട. അതിനെയൊക്കെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് ടാക്ടിക്കൽ മൂവ്. എന്ത് ടാക്ടിക്കൽ മൂവ് എന്ന് ഈ പറയുന്നത്? എടാ, ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ എന്തോ ഒരു ലോകത്ത് പെട്ടുകിടക്കുകയാണ്. ഞാൻ വേറെ ലോകത്ത് പെട്ട് കിടന്നോട്ടെ. എടാ, നീ കാണിക്കുന്ന ടാക്ടിക്കൽ മൂവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിനക്കതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ആൾക്കാർ നല്ല രീതിയിൽ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുമ്പോഴത്തേക്കും നൈസായിട്ട് മാറിയിരുന്നിട്ട് പിന്നെയും ഓരോ പരിപാടി കാണിച്ചുകൊണ്ടെന്ന് പോക്കറ്റ് നിറയ്ക്കുന്ന പരിപാടി മാത്രം ചെയ്യുന്നവനാണ് നീ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ എത്രത്തോളം കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ വാളി പിള്ളേർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും, എന്നാലും കുറച്ചുകൂടെ ചിന്താശേഷിയുള്ള ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവും. സിമ്പിളായിട്ട് ഒരു കണ്ടന്റ് എടുക്കുന്നു, അതിനെ ഏതൊക്കെ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാവോ അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കി പോക്കറ്റ് ഇടുന്നു. അതിനകത്തുനിന്ന് കുറച്ചെങ്കിലും ഒരു എത്തിക്സ് കാണിക്കുക, മറ്റവന് അത് റിയൽ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന രീതിയിൽ ഒരു മൈൽഡ് രീതിയിൽ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് റിയാക്ഷൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അല്ലെന്ന സാധനമായിപ്പോയി, അത്രേ പറയാനുള്ളൂ, അല്ലെന്ന സാധനം. അതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് എനിക്ക് പറയാനുള്ള മറുപടി തന്നത്, അത് നിനക്ക് കൊണ്ടത്.